ഞാൻ വി ജെ മാത്യൂസ് ആൻഡ് ECB ടു ഇംഗ്ലീഷ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഒരു ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമെന്നാണ് നമ്മൾ പഠിക്കുക. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ കിട്ടിയിരിക്കുന്ന സെനൻസ് ഏത് ടൈപ്പിൽപ്പെട്ട സെനൻസ് ആണെന്ന് നോക്കണം. അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെനൻസ് ആണോ, ഇൻട്രോഗേറ്റീവ് സെനൻസ് ആണോ, ഇമ്പരേറ്റീവ് സെനൻസ് ആണോ, എക്സ്ക്ലമേറ്റീവ് സെനൻസ് ആണോ? നമ്മൾ അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെനൻസ് എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമെന്ന് പഠിച്ചു കഴിഞ്ഞ വീഡിയോയിൽ അതാണ് വിശദീകരിച്ച്. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ഇൻട്രോഗേറ്റീവ് സെനൻസ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നത്. നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ ഒരു ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ സെനൻസ് കിട്ടുകയാണ്. അതിനൊരു പ്രത്യേക മെത്തേഡാണ്. നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന സെനൻസ് ഇൻട്രോഗേറ്റീവ് സെനൻസ് ആണ്, ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കിയാൽ അത് ചോദ്യവാക്കിലാണോ അല്ലയോ തുടങ്ങുന്നത് എന്ന് ശ്രദ്ധിക്കണം. Whether it begins with a question word or not, where are you going, what do you want? Question interrogative വേർഡിലാണ് സെൻസ് തുടങ്ങുന്നത്. Do you know my name? Do you know my name? ഇൻട്രോഗേറ്റീവ് സെൻസ് ആണ്, പക്ഷേ ഇൻട്രോഗേറ്റീവ് വേർഡിലല്ല, ക്വസ്റ്റ്യൻ വേർഡിലല്ല തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങുക ഇൻട്രോഗേറ്റീവ് സെൻസ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നത്. ജോൺ ആസ്ക്ഡ് ടോം what do you want? John asked Tom, what do you want? What do you want എന്ന സെനൻസ് ആണ് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കേണ്ടത്. ഒരു സെനൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സെനൻസ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ കിട്ടുമ്പോൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ രൂപം മാറണം, ചോദ്യചിഹ്നം മാറണമെന്ന് മാത്രമല്ല. അതിനൊരു ഫോമുണ്ട്, ഒരു ഇൻട്രോഗേറ്റീവ് ഫോമുണ്ട്. വാട്ട് ഡു യു വാണ്ട്? ജോൺ ആസ്ക്ഡ് ടോം വാട്ട് ഡു യു വാണ്ട്. പ്രസന്റ് സിമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ ആക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഡു വന്നത്. വാട്ട് ഡു യു വാണ്ട്? അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ഡു എന്ന പ്രയോഗം മാറ്റണം, സ്റ്റേറ്റ്മെന്റ് ആകണം. ചോദ്യവേട് വെച്ച് കഴിഞ്ഞാൽ ഉടൻ സബ്ജക്റ്റ് വേണം. വാട്ട് ഡു യു വാണ്ട്, വാണ്ട് കഴിഞ്ഞ വെർബിന്റെ ഡു സഹായിക്കൽ വെച്ചിരിക്കുക. ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ജോൺ ആസ്ക്ഡ് ടോം വാട്ട് ഹി വാണ്ടഡ്. വാട്ട് ഡു യു വാണ്ട് എന്ന ക്വസ്റ്റ്യൻ പ്രസന്റ് സിമ്പിളിലാണ്, അത് പാസ്റ്റ് സിമ്പിളാകും. ഉടനൊരു ചോദ്യം വരുന്നു, ഡിഡി ചേർക്കണ്ടേ? വേണ്ട, കാരണം ഡിഡി ചേർത്താൽ അത് പാസ്റ്റ് സിമ്പിളിന്റെ ക്വസ്റ്റ്യൻ ആകും. ഇൻട്രോഗേറ്റീവ് സെനൻസ്, ക്വസ്റ്റ്യൻ സെനൻസ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ക്വസ്റ്റ്യൻ രൂപം മാറണം, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറണം. അത് കാരണത്തിലാണ് ജോൺ ആസ്ക്ഡ് ടോം വാട്ട് ഹി വാണ്ടഡ്. വാണ്ട് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ചേർത്തു. ചോദ്യവാക്ക് കഴിഞ്ഞിട്ട് ഉടൻ സബ്ജക്റ്റ് വെച്ചു. വാണ്ട് ഹി, വാണ്ട് എന്ന ക്രിയ പാസ്റ്റ് സിമ്പിളിലേക്ക് മാറി. വാണ്ട് ഹി വാണ്ടഡ്. വളരെ ശ്രദ്ധയോടെ ആ സെനൻസ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കിയിരിക്കുന്നത് എന്ന് അറിയാൻ മേലത്തോട് പഠിക്കണം. ഒരു ഇൻട്രോഗേറ്റീവ് സെനൻസ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുന്ന, ഡയറക്റ്റ് സ്പീച്ച് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ ചോദ്യരൂപം മാറണം, ഒരു സ്റ്റേറ്റ്മെന്റായി മാറ്റണം. നമ്മൾ പ്രസന്റ് സിമ്പിൾ കണ്ടേ, പ്രസന്റ് സിമ്പിൾ ഒരു സെനൻസ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ഒരു സെനൻസാണ്. ജോൺ ആസ്ക്ഡ് ടോം വേർ ആർ യു ഗോയിങ്? ജോൺ ആസ്ക്ഡ് ടോം where he was going.
വേർ ആർ യു ഗോയിങ് എന്നുള്ള പ്രസന്റ് കണ്ടിന്യൂസ് സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറി. ചോദ്യവാക്ക് കഴിഞ്ഞിട്ട് ഉടൻ നമ്മൾ സബ്ജക്റ്റ് വെച്ചു. വേർ ആർ യു ഗോയിങ്, വസ്തു വേറെ യു ആർ ഗോയിങ് ആണ്. അപ്പൊ അത് ചോദ്യമായില്ല. വേർ ആർ യു ഗോയിങ് എന്ന് വന്നാൽ ക്വസ്റ്റ്യൻ ആവും. അത് ക്വസ്റ്റ്യൻ രൂപം അതാണ്. അത് സ്റ്റേറ്റ്മെന്റ് ആക്കുക എന്ന് പറയുമ്പോൾ ചോദ്യവാക്ക് കഴിഞ്ഞിട്ട് ഉടൻ സബ്ജക്റ്റ് വെക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവണം. വേർ ആർ യു ഗോയിങ്, വേർ ഹി വാസ് ഗോയിങ്. ജോൺ ആസ്ക്ഡ് ടോം വേർ ഹി വാസ് ഗോയിങ്. ചോദ്യം രൂപമാകുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. The teacher asked the student, "What have you done?" The teacher asked the student what he had done. Present perfect, past perfect ആയിട്ട് മാറി. Sita asked her friend, "What have you been doing?" Sita asked her friend what she had been doing. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ആകുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആകുന്നു, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുന്നു. ഇനി വേറൊരു കുളു ഉള്ളതാണ്. ജോൺ ആസ്ക്ഡ് മീ, "What do you want?" John asked me. John asked me what I wanted. What do you want? John asked me what do you want? John asked me what I wanted. Asked me എന്ന് വരുമ്പം യു എപ്പോഴും ഐ ആണ്. ജോൺ എന്നോടാണ് ചോദിച്ചത്. ജോണിന്റെ സെൻസ് ഞാനാണ് എടുത്ത് പറയുന്നത്. ജോൺ എന്നോട് ചോദിച്ചു എനിക്ക് എന്ത് വേണമെന്ന്. ജോൺ ആസ്ക്ഡ് മീ വാണ്ട് ഐ വാണ്ടഡ്. ഒരു ചോദ്യവാചകം ചോദ്യവാക്കിലല്ല തോന്നുന്നത്. ജോൺ ആസ്ക്ഡ് ടോം, "ഡു യു നോ മൈ നെയിം?" ഡു യു നോ മൈ നെയിം? യെസ് ഓർ നോ ആൻസറാ. ചോദ്യവാക്കിലില്ല. വെതോ ഈഫോ എന്ന പദം ചേരണം. ജോൺ ആസ്ക്ഡ് ടോം വെദർ ഹി ന്യൂ ഹിസ് നെയിം. പ്രസന്റ് സിമ്പിളാണ് ക്വസ്റ്റ്യൻ, അത് പാസ്റ്റ് സിമ്പിൾ ആകുന്നു. ചോദ്യവാക്കിലല്ലാത്തത് കൊണ്ട് വെദർ എന്ന് പദം ചേർക്കുന്നു. വെതറോ ഈഫോ ഇത് വേണമെങ്കിലും ചേരാം. ജോൺ ആസ്ക്ഡ് ടോം വെദർ സബ്ജക്റ്റ് വെക്കുന്നു, ഹി ന്യൂ ഹിസ് നെയിം. അടുത്ത സെന്റൻസ്, ജോൺ ആസ്ക്ഡ് ടോം, "Are you coming with me?" John asked Tom whether he was coming with him. Present continuous, past continuous ആവുന്നു. ചോദ്യവാക്കി തുടങ്ങാത്ത ചോദ്യവാചകമായതുകൊണ്ട് "Are you coming with me?" Whether എന്ന പദം ചേർക്കുന്നു. John asked Tom whether he was coming with him. Sita asked her friend, "Have you gone to the market?" Sita asked her friend whether she had gone to the market. Present perfect, past perfect. ഒരു ചോദ്യവാക്കായി അല്ല തുടങ്ങാത്തതുകൊണ്ട് വെതർ ചേർക്കുന്നു. Sita asked her friend, "Have you been reading a novel?" Sita asked her friend whether she had been reading a novel. Present perfect continuous, past perfect continuous ആവും. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ കിട്ടുമ്പോൾ അത് ചോദ്യവാക്കിലാണോ അല്ലയോ തുടങ്ങുന്നത്?
ചോദ്യവാക്കിലാണെങ്കിൽ ചോദ്യരൂപം മാറും. ചോദ്യവാക്കിലല്ല തുടങ്ങുന്നതെങ്കിൽ വെതറോ ഈഫോ എന്ന പദം വെക്കണം. ഏത് ടെൻസും അതിന് നേരെ ഏത് പാസ്റ്റ് ടെൻസ് ആവും. വീഡിയോ കണ്ട് എക്സാമ്പിൾസ് പ്രത്യേകം ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യുക. വളരെ ഈസിയാണ്. ഡയറക്റ്റ് സ്പീച്ച് അതിൻ്റെ ക്ലൂ മനസ്സിലാക്കിയ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ വളരെ എളുപ്പമാണ്. 5ാം ക്ലാസ് മുതൽ പഠിക്കേണ്ടതാണിത്. എല്ലാ പബ്ലിക് എക്സാമിനേഷനും PSC ടെസ്റ്റുകൾക്കും എല്ലാം ചോദിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോ അടുത്ത ദിവസം.